സീറോ മലബാർ സഭയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ഉദയംപേരൂർ സുന്നഹദോസ് പള്ളി മാർപ്പാപ്പയോടും സീറോ മലബാർ സഭയോടും ചേർന്ന് വിശ്വാസികൾ പരിശുദ്ധ കുർബാന നടത്തിവരുന്ന വിശുദ്ധ സ്ഥലമാണ്. എന്നാൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മേജറിന്റെ വികാരിമാർ പാമ്പ്ളാനി മെത്രാനും ചേർന്ന് ദുർമാർഗ രേഖ ഇറക്കി ഉദയംപേരൂരിന്റെ സമാധാന അന്തരീക്ഷം തകർത്തു. സഭയുടെ ഔദ്യോഗിക കുർബാന ഏകീകൃത കുർബാന ആണ് എന്ന് ഇരിക്കെ പൂർണ്ണമായും ഈ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തിരികെ കയറ്റാനുള്ള മേജറിന്റെയും മൈനറിന്റെയും വൃത്തികെട്ട പൊറാട്ട് നാടകത്തിന്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉദയംപേരൂർ സുന്നഹദോസ് പള്ളിയിൽ അരങ്ങേറിയത്. ഈ പള്ളിയിൽ മുൻപ് വികാരിയായിരുന്ന വിമത വൈദികൻ കുത്തിവെച്ച വിമത വിഷം ഉദയംപേരൂരിലെ ശക്തരായ സഭാവിശ്വാസികളുടെ പ്രവർത്തന ഫലമായി നിർവീര്യമായി പോയി. എന്നാൽ പാമ്പ്ളാനി മെത്രാന്റെ ദുർമാർഗ രേഖയിലൂടെ വിമതർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഉത്തേജനം ലഭിച്ചു. പാമ്പ്ളാനിയുടെ സമവായ വാറോല വിമതർക്ക് വെള്ളവും വളവുമായി. 2024 ഒക്ടോബറിൽ ഇതേ ഇടവകയിൽ സഭയുടെ പരിശുദ്ധ കുർബാനയ്ക്കായി കോടതിയെ സമീപിച്ച ജോൺ മക്കുങ്കലിനെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ആക്രമിക്കുകയും അദ്ദേഹം പ്രാണരക്ഷാർത്ഥം പള്ളിയിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ഇത് പോലീസിൽ പരാതിപ്പെട്ട് കേസെടുത്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ മുൻ വികാരിയുടെ അടിമയായിരുന്ന പള്ളി വിഴുങ്ങി തന്നെയാണ് ഇപ്പോൾ സൂംബ നൃത്തം നടത്തി സ്ത്രീകളെ ഇറക്കി അൾത്താര മലിനസമാക്കി പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച് പള്ളിയുടെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ നേതൃത്വം കൊടുത്തത്. ഇത് ഇയാൾ ഒരു സ്ഥിരം പ്രശ്നക്കാരൻ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണിത്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകേണ്ട കാര്യമാണ്, അത്യാവശ്യമാണ്. ഉദയംപേരൂരിൽ നടന്ന മുഴുവൻ സംഭവത്തിനും പള്ളി പൂട്ടിയ അവസ്ഥയ്ക്കും ഉത്തരവാദികൾ മേജറും മേജറിന്റെ വികാരിയും മാത്രമാണ്. സ്വന്തം സഭയിലെ 2 തരം ആരാധനക്രമ രീതികൾ സഭയുടെ കെട്ടുറപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് സീറോ മലബാർ സിനഡ് കഴിഞ്ഞ സഹസ്രാബ്ദത്തിന്റെ അന്ത്യവർഷങ്ങളിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. എറണാകുളം അതിരൂപതയിലെ ചെറുതല്ലാത്ത ഒരു ഗണം വൈദികർ ഔദ്യോഗിക കുർബാനയെ അർപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ബഹളത്തിനോ ആക്രോശത്തിനോ അക്രമത്തിനോ മുതിരാത്ത സ്വാധികരാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവരാരും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. മറ്റു ചില രൂപതകളിലെ വൈദികരും എറണാകുളം കുർബാന രീതി ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും സഭാബോധമുള്ളതിനാലും തിരുപ്പട്ട ദിനത്തിൽ തങ്ങൾ നടത്തിയ വാഗ്ദാനങ്ങൾ ഓർമ്മയുള്ളതിനാലും അവർ സഭയുടെ ഏകീകൃത രീതി അംഗീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അനുസരണക്കേട് കാണിക്കുന്ന ഈ വിമതന്മാർക്ക് വേണ്ടി മേജറും മൈനറും നിലകൊള്ളുന്നത്.